മഴക്കാലം എത്തുമ്പോൾ കൊച്ചി വീണ്ടും വെള്ളക്കെട്ട് ഭീഷണിയിലാവുകയാണ്. നഗരത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ ജോലികളൊന്നും സമയബന്ധിതമായി പൂർത്തിയായിട്ടില്ല. വെള്ളക്കെട്ടിൽ നിന്ന് കൊച്ചിയെ രക്ഷിക്കാനുള്ള പദ്ധതികളെല്ലാം പാതി വഴിയിലാണ്. കനാൽ നവീകരണത്തിനായി റോഡുകളും പൊളിച്ചിട്ടിരിക്കുകയാണ്. ിൽ നിന്ന് ചെളി കോരിമാറ്റുന്ന ജോലികളാണ് പുരോഗമിക്കുന്നത്. അരങ്ങത്ത് റോഡ്, കലാഭവൻ റോഡ്, വീഷ്ണം റോഡ് എന്നിവിടങ്ങളിൽ കനാൽ ശുചീകരണം പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ ശുചീകരണം ഇനിയും പൂർത്തിയാകാനുള്ള നിരവധി ഭാഗങ്ങളുമുണ്ട്. കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളായിരുന്നു പലയിടത്തും കാനകളിലെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയത്. മുല്ലശ്ശേരി കനാൽ നവീകരണം നടക്കുന്നുണ്ടെങ്കിലും ഈ മഴക്കാലത്തും പൂർത്തിയാകാൻ സാധ്യതയില്ല. ഫെബ്രുവരി 15 മുമ്പ് മുല്ലശ്ശേരി കനാൽ നവീകരണം പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. തേവര പേരണ്ടൂർ കനാലിലെ പോള മാറ്റുന്ന ജോലികളും പുരോഗമിക്കുകയാണ്. മഴക്കാലം ആകുമ്പോൾ ഇനിയിപ്പോൾ ഈ വഴി കൂടെ വണ്ടി ഓടിക്കാനും നടക്കാൻ കൂടെ പറ്റാത്ത അവസ്ഥയാണുള്ളത്. വളരെ പതുക്കെയാണ് ഓരോ കാര്യങ്ങൾ പോണത്. ഈ വഴിയുടെ മുല്ലശ്ശേരി കനാലിൻ്റെ കാര്യമാണെങ്കിലും കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് മുമ്പേ തുടങ്ങി വെച്ചതാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ മേയർ പറഞ്ഞിരുന്നു, അതായത് 6 മാസം എങ്ങോട്ടും ഇത് ചെയ്യാനെടുക്കും. അപ്പോൾ 6 മാസവും കഴിഞ്ഞു. ഇപ്പോഴത്തെ മന്ത്രിസഭ വന്നിട്ട് എത്ര കൊല്ലമെന്ന് എല്ലാവർക്കും അറിയാം. ഇതുവരെ ഇതിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. വളരെ ബുദ്ധിമുട്ടാണ് ഈ വഴി കൂടെ സഞ്ചരിക്കുന്നവർക്കൊക്കെ. പൊതുവെ എല്ലാം പണികളും വളരെ പതുക്കെയാണ് നടക്കുന്നത്. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതി പുരോഗതി വിലയിരുത്തിയ ജില്ലാ കളക്ടർ മഴയ്ക്ക് മുമ്പ് ശുചീകരണ ജോലികൾ പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 2019 ഒക്ടോബറിലുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്നാണ് കൊച്ചി നഗരത്തിൽ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതിക്ക് തുടക്കമിട്ടത്. 2022 ഓഗസ്റ്റിലും തോരാമഴയിൽ കൊച്ചി മുങ്ങിപ്പോയിരുന്നു. 2018 വെള്ളം കയറാത്ത ഇടങ്ങളിൽ പോലും വെള്ളം കയറുകയും ചെയ്തു. ജനം, കൊച്ചി.